ഇന്ത്യയുടെ തീരദേശം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 48ാമത് ദിനാചരണത്തിന്റെ ഭാഗമായി കൊച്ചിയുടെ തീരക്കടലിൽ വലിയ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 8ഓളം വരുന്ന കപ്പലുകൾ ഇവിടെ വലിയ പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുമ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററുകൾ ഒപ്പം തന്നെ വിമാനങ്ങൾ ഇവയെല്ലാം ഈ പ്രകടനത്തോടൊപ്പം ചേരുന്നു. കൊച്ചിയിലെത്തിയിട്ടുള്ള കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇന്ന് ഈ കോസ്റ്റ് ഗാർഡ് ദിനാചരണത്തിന്റെ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ കേരള മാഹി മേധാവി കമാൻഡർ DIG N രവിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ അഭ്യാസ പ്രകടനങ്ങളുടെ കാഴ്ചകളിലേക്ക്. It was really pleasure to be here. Great experience. Whatever we saw here, it shows the professionalism, dexterity, and how much I was telling them that how much hard work, labor, rigorous training they undergo before wearing this glamorous attire. So I would like to congratulate all the members of the Indian National Coast Guard. I would like to express again gratitude to them for taking care of our coastal lines, for having, and what a wonderful record they have. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുന്ന കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്ലാഘനീയമാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കോസ്റ്റ് ഗാർഡിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുവാനായിട്ട് സാധിച്ചതും കോസ്റ്റ് ഗാർഡിന്റെ പ്രകടനങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങളാണെന്നും ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് കോസ്റ്റ് ഗാർഡിനെ കരുത്തു പകരട്ടെ, അത് ഇന്ത്യയുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും വലുതായി തീരട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിഡ്ജൻ റബല്ല.